സ്വാതി സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ആളല്ലേ? ഇപ്പൊ ഒരു 1 year ആയിട്ട് ആക്റ്റീവ് ആണ്. ഈ കമന്റ്സിനെയൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? അതായത് പറയുന്നവര് നമ്മളെ എഫക്ട് ചെയ്യുന്ന കമന്റ്സ് ഉണ്ടാവാറുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ടാവാറുണ്ട്. കൂടുതലും എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറച്ച് നെഗറ്റീവ്സ് കൂടുതലായിരുന്നു. പല രീതിയിൽ പേഴ്സണലി ഹറാസ്. ഇപ്പൊ തന്നെയും ഈ റീസെന്റ് കല്യാണം കഴിഞ്ഞ്, അത് ഞാൻ എവിടെയെങ്കിലും പറയണമെന്ന് വിചാരിച്ചതാണ്. റീസെന്റ് കല്യാണം കഴിഞ്ഞ ഒരു കപ്പിള് അവരുടെ വീഡിയോ അവരുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിരിക്കുകയാണ്. അതിന്റെ നേരെ വരുന്ന കമന്റ്സ് എപ്പോഴാ ഡിവോഴ്സ്, എപ്പോഴാണ് സെപ്പറേറ്റഡ് ആവുന്നത്, എന്തിന് നിങ്ങൾ ഇയാളെ കല്യാണം കഴിച്ചു, അത് നമ്മുടെ പേഴ്സണൽ സ്പേസ് ആണ്. എൻ്റെ താല്പര്യമാണ് ഞാൻ ആരെ കല്യാണം കഴിക്കണം, ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ ഏത് വർക്ക് ചെയ്യണം. ഇറ്റ്സ് മൈ പേഴ്സണൽ. സോ അതിനകത്ത് കൂടുതൽ ഇന്റർഫിയർ ചെയ്ത് അതിലെല്ലാം കുറെ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു 2-3 ആർട്ടിസ്റ്റ് കല്യാണം, എല്ലാവരുടെയും കുട്ടികളുണ്ട്. അവർക്ക് കുട്ടികളുണ്ടെങ്കിൽ മറ്റവർക്ക് എന്താ കുഴപ്പം? നമുക്ക് കുട്ടികളുണ്ടായിട്ട് വേറെ സെക്കൻഡ് മാരേജ് ചെയ്താൽ എന്താണ് ഇഷ്യൂ? അല്ലെങ്കിൽ ഒരു തേർഡ് മാരേജ്, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ അല്ലേ. അവർക്ക് അത് പിന്നെ കുറെ ഞാൻ ആ സമയത്ത് ഒന്ന് റിയാക്ട് ചെയ്തു. പിന്നെ ഞാൻ ഓർത്തു റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ല. നമ്മളും അവരും തമ്മിൽ ഒരു ഡിഫറൻസും ഇല്ല. നമ്മൾ റിയാക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രേ ഉള്ളൂ. അപ്പം വായടപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പറഞ്ഞോട്ടെ, നമ്മളെ പറ്റി പറയാനുള്ളത് കൊണ്ടല്ലേ പറയുന്നേ. ഒന്നും അറിയാത്തവരെ പറ്റി നമ്മൾ പറയില്ലല്ലോ. സോ ഇച്ചിരി അഹങ്കാരം അതിന്റെ ഇരിക്കട്ടെ, പോസിറ്റീവ് മൈൻഡോടുകൂടി നമ്മൾ ജീവിക്കണം. നമ്മളൊരു പഴഞ്ചൊല്ലി പറയില്ല, എന്താ മാങ്ങയുള്ള മാവിലെ കല്ലെറിയുള്ളൂ. നിങ്ങളുടെ മാവിൽ നിറച്ച് മാങ്ങയുണ്ട്, അതുകൊണ്ടാണ് ഏറെ കൊണ്ട് പുറഞ്ചതഞ്ഞു. പക്ഷെ എനിക്ക് അതുപോലെ ഈ പറയുന്ന ഒരു നെഗറ്റീവായിട്ട് ഒത്തിരി കമന്റ്സോ അങ്ങനെയൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എനിക്ക് ഈ പറയുന്ന എന്നെ ആരും കടന്നാക്രമിക്കാറില്ല. ചിലപ്പോൾ ഞാൻ നല്ല മാങ്ങയുള്ള മാവല്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് അല്ല, ഈ ഒരുപാട് പേഴ്സിന്റെ കൂടെയൊക്കെ അഭിനയിച്ചപ്പോ അങ്ങനെ ഒരു ഗോസിപ്പ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ? ഉറപ്പായിട്ടും ഈ പറയുന്ന ആൾക്കാരെ ഇപ്പൊ റൊമാൻസ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അതിലെന്തോ സ്പെഷ്യലൈസ് ചെയ്ത് വന്നേക്കുന്ന ഒരാളാണ്. അപ്പോൾ അതെ, ബാക്കി എല്ലാ സീനും അതുപോലെ തന്നെയാണല്ലോ. ഞാൻ ഇത് പറ്റത്തില്ലെന്ന് പറയുന്നില്ല, എല്ലാ സീനും അത് എൻജോയ് ചെയ്ത് ചെയ്യാന്നുള്ളത്. സീരിയൽ പറയുമ്പോഴേ പൊതുവേ കുറെ ആൾക്കാർക്കും പുച്ഛമാണല്ലോ. അവരിങ്ങനെ ആ സീരിയൽ, അവള് സീരിയൽ നടി ആ ഒരു സംഭവമാണ് ശരിക്കും. പക്കാ നാട്ടിൻ പുറത്തൊക്കെ ഇപ്പോഴും അതിന് ഒരു ഡിഫറൻസും ഇല്ല. ഇപ്പോഴും അങ്ങനത്തെ അതൊക്കെ ചില സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നമുക്കറിയാലോ നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് നമ്മുടെ. പിന്നെ ഒരു പരിധി വരെ സീരിയലിലെ ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളും ഉത്തരവാദികളാണ്. സീരിയലിന് ഇത് മതി എന്ന് പറഞ്ഞൊരു കാഴ്ചപ്പാട് അവർക്കുണ്ട്. സീരിയൽ ഡയറക്ട് ചെയ്യുന്ന ഡയറക്ടേഴ്സ് ഇന്ന സീൻ എടുക്കണം, ഈ സീരിയലിന് ഇതൊക്കെ മതി, അങ്ങനെ കണ്ടുപോയി. അല്ലെങ്കിൽ നമ്മളെല്ലാം ചെയ്യാൻ റെഡി ആയിരിക്കും, പക്ഷെ നമ്മളെ സമ്മതിക്കില്ല. ഈ പറയുന്ന ഇപ്പൊ ഒരു ഹഗ് ചെയ്യുന്ന സീനാണെങ്കിലും ഞാൻ എന്റെ ഗേൾ ഫ്രണ്ടിനെ ഹഗ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യത്തുള്ളൂ, അവള് വന്ന് എന്നെ ഇങ്ങനെ പിടിക്കത്തില്ല. ഞാൻ പറയുന്നത് ഇങ്ങനെ ഈ പണി ചെയ്യാൻ പറ്റാത്തൊരു ഈ പണിക്ക് വരരുത്. സിനിമയ്ക്ക് നിങ്ങൾ അത് ചെയ്യും, സീരിയലിന് 2 പൈസ തന്നെയല്ലേ മേടിക്കുന്നത്. ആ ഒരു ആറ്റിറ്റ്യൂഡ് പലർക്കും ഇല്ല. അങ്ങനെയാണ് നമ്മുടെ സീരിയൽ ഇൻഡസ്ട്രി വളരെ മോശമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഉത്തരവാദികളാണ്. ഞാൻ ഒരിക്കലും ഓഡിയൻസിനെ കുറ്റപ്പെടുത്തത്തില്ല.